അനശ്വര ഇങ്ങനെ ഒരാളുടെ സൈഡിലിരിക്കുന്ന ഒരു റീല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടു. അനശ്വര സൈഡിലിരിക്കുന്ന ആളെ നോക്കിയപ്പോ മമ്മൂട്ടിയുടെ ഒരു ചെറിയ ഛായയൊക്കെ. അപ്പൊ ഈ രേഖാചിത്രത്തെ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും ഇല്ലാതെ നടന്ന അനശ്വര കൊച്ചിനെ കുഴപ്പത്തിലാക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ കൂടെ ഉള്ളവർ പോലും വളരെ ഇതായിട്ട് പറഞ്ഞു, നീ കാരണമാണ് ആ കൊച്ച് ഇങ്ങനെ മരിക്കേണ്ടി വന്നത്. ആ കാലഘട്ടമൊക്കെ എങ്ങനെയാ ചേട്ടാ റീക്രിയേറ്റ് ചെയ്തെടുത്ത്? അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ആ ലൊക്കേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയത്തില്ലോ, നമ്മൾ അതിലൊരു ഭാഗമാണെങ്കിൽ കൂടി ഇതൊക്കെ ആർട്ട് വർക്കാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ആ സ്കൂളിൻ്റെ പരിസരവും പണ്ടത്തെ ആ സെറ്റൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ വെച്ച റിയൽ, ആ പള്ളിയൊക്കെ ഇല്ലേ റിയലാന്നാ ഞാൻ വിചാരിച്ചു. ചേട്ടൻ 6 ദിവസത്തെ ഷൂട്ടിനെ അവിടെ രേഖാചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പടാ എനിക്ക് ഇത്രയും വലിയ റോൾ ഉണ്ടായിരുന്നോ എന്നൊരു തോന്നൽ വന്നു. ഷൂട്ട് സമയത്ത് എനിക്കൊന്നും ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നോട് ഡയറക്ടർ വന്ന് ഇത്തിരി ചൂടനാണ്, തിരക്കുള്ളൊരു കോസ്റ്റ്യൂമറാണ്. ശരിക്കും കോസ്റ്റ്യൂമർ ശരിക്കും ജീവിച്ചിരിക്കുന്ന കോസ്റ്റ്യൂമർ തന്നെയാണ് ആ പടത്തിൽ. അയ്യോ ഞാനൊന്നും ആയിട്ടില്ല എന്ന് മാറി നിൽക്കും എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒടുവിലും കൃഷ്ണനൊക്കെ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് അവരൊക്കെ. ഒടുവിൽ നമ്മുടെ പപ്പുച്ചേട്ടൻ, മാളച്ചേട്ടൻ, ചങ്കരാടി, തിലകൻ സാർ നമ്മുടെ മലയാളം ഫിലിമിൽ ഇനി അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മൾ ചില താരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സിനിമയിൽ ചെയ്യുന്ന വളരെ ചെറിയ ഒരു റോളായിരിക്കും, പക്ഷെ ആ റോളിലുള്ള ആ ആളായിരിക്കും ആ സിനിമയുടെ കഥാഗതിയെ പൂർണ്ണമായും മാറ്റുന്നത്. ഞാൻ പറഞ്ഞു വന്നത് രേഖാചിത്രത്തിൽ അത്തരം ഒരു റോള് ചെയ്ത ആളെ കുറിച്ചാണ്. റോയ് തോമസ് എന്നാണ് ആളുടെ പേര്. ഇപ്പോൾ OTTയിൽ രേഖാചിത്രമുള്ളപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ സിനിമയുടെ കഥാഗതിയെ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ് എന്ന് ഞാൻ പറയും. സംഭവം വ്യക്തമായിട്ട് റോയ് ചേട്ടൻ തന്നെ പറയട്ടെ. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും ഇല്ലാതെ നടന്ന അനശ്വര കൊച്ചിനെ കുഴപ്പത്തിലാക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ആരെങ്കിലും അങ്ങനെയൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നോ? പ്രത്യേകിച്ച് ഈ OTTയിലും കൂടെ സിനിമ ഉള്ളത് കൊണ്ട് എല്ലാവരും വീട്ടിലെ TV-കളിൽ ഇട്ട് കണ്ട് ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളും ചെകഞ്ഞെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ? ഒരുപാട് പേര് പറഞ്ഞിരുന്നു സിനിമ. പക്ഷേ സിനിമ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്കിതൊന്നും അറിയത്തില്ല. എന്നോട് ഫുൾ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ആ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപാട് പേര് എൻ്റെ കൂടെ ഉള്ളവർ പോലും വളരെ ഇതായിട്ട് പറഞ്ഞു, നീ കാരണമാണ് ആ കൊച്ച് ഇങ്ങനെ മരിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ കുറെ BTS ഒക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പല പല വീഡിയോസ് ആയിട്ട് കണ്ടിരുന്നേ. അപ്പൊ അനശ്വര ഇങ്ങനെ ഒരാളുടെ സൈഡിലിരിക്കുന്ന ഒരു റീല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടു. അനശ്വര സൈഡിലിരിക്കുന്ന ആളെ നോക്കിയപ്പോ മമ്മൂട്ടിയുടെ ഒരു ചെറിയ ഛായയൊക്കെ. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ എല്ലാവരോടും എന്നെ എടുത്തിട്ട് ഓടിക്കരുത്, ഈ റീല് ഞാൻ സൈഡിൽ കാണിക്കുന്നതായിരിക്കും. ചേട്ടൻ അങ്ങനെ അപ്പൊ റോയ് ചേട്ടൻ തിരിച്ചറിഞ്ഞിരുന്നു, എനിക്ക് എവിടെയോ ഒരു മമ്മൂട്ടിയുടെ ഒരു ചെറിയ ലുക്ക് ഉണ്ടല്ലോ എന്ന്. ഇത് കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഞാനതിലെ കമൻറ്റ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് അയച്ചു തന്നിട്ട് ആ കമൻറ്റ് വായിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഇത് മമ്മൂട്ടിയുടെ ആണോ ഇദ്ദേഹമാണോ എന്നൊക്കെ ചോദിച്ചു കുറേ കമൻറ്റ് വന്നു. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ചേട്ടൻ 6 ദിവസത്തെ ഷൂട്ടിനെ അവിടെ രേഖാചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പടാ എനിക്ക് ഇത്രയും വലിയ റോൾ ഉണ്ടായിരുന്നോ എന്നൊരു തോന്നൽ വന്നു. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം ആ സമയത്ത് ഷൂട്ട് സമയത്ത് എനിക്കൊന്നും ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നോട് ഡയറക്ടർ വന്ന് ഇത്തിരി ചൂടനാണ്, തിരക്കുള്ളൊരു കോസ്റ്റ്യൂമറാണ്. ശരിക്കും കോസ്റ്റ്യൂമർ ശരിക്കും ജീവിച്ചിരിക്കുന്ന കോസ്റ്റ്യൂമർ തന്നെയാണ് ആ പടത്തിൽ. എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ പറയാം. കാരണം നമ്മുടെ കാതോടത്തിലെ കോസ്റ്റ്യൂമറൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ റിയൽ സ്റ്റോറിയാണോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ ഷൂട്ടിങ്ങിന് സമയത്ത് ഇത്രയും വലിയൊരു നല്ലതായിട്ട് വരുമെന്നൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തന്ന ഡയറക്ടർ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. ചേട്ടൻ ഏറ്റവും കൂടുതൽ രേഖാചിത്രം പല പല സിനിമകളിൽ റോയ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പുറകെ വരാം. രേഖാചിത്രത്തിന്റെ കഥയൊക്കെ ഒന്ന് തീരട്ടെ. ഏറ്റവും കൂടുതൽ ചേട്ടന് 6 ദിവസവും കൂടെ ഉണ്ടായിരുന്നത് അനശ്വരയുടെ കൂടെയാണ്. അനശ്വരയെ കുറിച്ച് ഒന്ന് പറയൂ ചേട്ടാ. അനശ്വര ഞാൻ നോക്കിയിട്ട് എനിക്ക് അത് വലിയൊരു സ്റ്റാറാണ്. വളരെ ഇതായിട്ട് കത്തി നിൽക്കുന്ന ഒരു ഇപ്പം ഇറങ്ങിയ പടം മിക്കതും വിജയിച്ച് നിൽക്കുകയാണ്. ഇനി നല്ല നല്ല പടങ്ങൾ വരാനിരിക്കുന്നത്. പക്ഷെ ആ സെറ്റിൽ അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു കൊച്ചു നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അവർ അത്
വളരെ ഇതായിട്ട് എന്ത് നമുക്ക് അത്ഭുതം തോന്നുന്നു അഭിനയം കണ്ടപ്പോൾ. കാരണം അത് പ്രത്യേകിച്ച് എന്ത് ആരും പറഞ്ഞൊന്നും കൊടുക്കണ്ട, ആ ഡയലോഗ് നോക്കിയിട്ട് അവരാ ഇതിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ചേട്ടാ നമ്മൾ ഒത്തിരി പല പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റെക്കഗ്നേഷൻ തരുന്ന സിനിമ രേഖാചിത്രമാണല്ലോ. ഒരുപാട് വർഷങ്ങളായിട്ട് ചേട്ടൻ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരാളാണല്ലോ. അപ്പൊ ആദ്യമായിട്ട് ആ രീതിയിൽ കിട്ടിയ ചേട്ടൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അത് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഇതിനോടൊരു പാഷൻ കൊണ്ട്, ഇതിനോട് പാഷൻ എന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിനെ അറിയാച്ചാൽ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ജീവൻ പോലെ എനിക്ക് തോന്നണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചു. എനിക്കങ്ങനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, വിദേശത്തൊക്കെ ജോലി ചെയ്താണ്. പക്ഷേ ഒരിടത്തും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഇവിടെയാണ് എൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഒരു മാഗസിൻ, ഫിലിം മാഗസിൻ കണ്ടാലോ, യൂട്യൂബിലൊരു പുതിയ ഇൻ്റർവ്യൂ കാണുക, സിനിമേനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് ഭയങ്കര ടെൻഷനാണ് അവിടെ നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി അങ്ങ് റിസൈൻ ചെയ്തെങ്കിൽ പോകുന്നു. ആണ്. അതിനുശേഷം എങ്ങനെ ചേട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിനിമ വന്നില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? അല്ല, നമ്മളത് പറയുന്നത് വെച്ചാൽ നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ശ്രമിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകും. പക്ഷേ ശ്രമിക്കാതെ അവിടെ ഇരുന്ന് ഞാൻ വിഷമിച്ചിട്ട് എനിക്കിത് കിട്ടിയില്ലോ അവിടെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം ഇനിയെങ്കിലും ഇനിയുള്ള കാലങ്ങളിലും എൻ്റെതായ രീതിയിൽ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാനൊന്ന് ഫുൾ ഇതായിട്ട് സിംഗായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഏറ്റവും കൂടുതൽ ചേട്ടൻ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു അംഗീകാരം അത് സിനിമ തിയേറ്ററിൽ വന്നപ്പോഴായിരുന്നോ OTT വന്നപ്പോഴായിരുന്നോ ലഭിച്ചത്? ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, എനിക്കിങ്ങനെ അംഗീകാരങ്ങൾ ഇത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. കാരണം അതൊന്നും ഞാൻ അതിനൊന്നും ആയിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ക്യാരക്ടറുകൾ കിട്ടുക എന്നുള്ള. എനിക്ക് മെയിൻ ഇതിലൊന്നും വരണമെന്നും ആഗ്രഹമില്ല. അത് വേണ്ട. എനിക്ക് വേണ്ടത് ചെറുതാണെങ്കിലും നല്ല നല്ല ക്യാരക്ടർ. ഇതിപ്പോൾ ഇതുപോലത്തെ ക്യാരക്ടറുകൾ ആൾക്കാരുടെ മൈൻഡിൽ തങ്ങി നിൽക്കണം. ഇവൻ ഒരു ആർട്ടിസ്റ്റാന്ന് പറയണം. എനിക്ക് ഇത്രയൊക്കെ മതി. എനിക്കിങ്ങനെ പടം കിട്ടണം, അഭിനയിച്ചുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ അംഗീകാരം കിട്ടണം, എനിക്ക് അവിടെ വിളിച്ച് അവാർഡ് തരും, അതൊക്കെ വരണം വന്നോട്ട് ഞാൻ സ്വീകരിക്കും, അത്രേ ഉള്ളൂ, സന്തോഷത്തോടെ. പക്ഷേ എനിക്ക് വേണ്ടത് എനിക്ക് ക്യാരക്ടറുകൾ കിട്ടുക എന്നുള്ള. ഈ രേഖാചിത്രത്തിലെ ആ ടൈലറായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലൂടെ പോകുന്നത്? കാരണം ഞാൻ പഴയ കാലഘട്ടത്തിലുള്ള ആളാണ്, പഴയ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. ആളുകൾ എന്നെ സ്വീകരിക്കുമായിരുന്നോ, ആളുകൾ എന്നെ മനസ്സിലാക്കുമോ, അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നു? ഒന്നുമില്ല. കാരണം നമ്മുടെ ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കത്തില്ല. ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ പറയുമല്ലോ. അപ്പം അസോസിയേറ്റും ചീഫ് അസോസിയേറ്റും ഡയറക്ടറും ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സിറ്റുവേഷൻ, വളരെ തിരക്കുള്ള കോസ്റ്റ്യൂമറിൻ്റെ അസിസ്റ്റൻ്റൊക്കെ പല മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് കോസ്റ്റ്യൂമായിട്ട് കൊണ്ടുപോകും. പോകുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നേക്കാം. അപ്പോൾ അവരുടെ കറക്റ്റ് ടൈമിൽ ഭരതൻ സാറാണ് ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ടെൻഷൻ കറക്റ്റ് ടൈമിൽ ചെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്ത കേൾക്കും. അപ്പം നമ്മൾ ആ സമയത്തൊരു കോസ്റ്റ്യൂമറായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇതാവോ അതാവോ എന്നുള്ള ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല. എൻ്റെ മുമ്പിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോൾ ഞാൻ ആ കോസ്റ്റ്യൂമർ എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് തീർക്കണം എൻ്റെ ജോലി. അതിൻ്റെ ഒരു ടെൻഷൻ അത്രേ ഉള്ളൂ. ആണ്. ആ സിനിമ വഴി നമുക്ക് ആസിഫ് അലിയുടെ കൂടെ പോലും അഭിനയിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഉള്ള ദിവസങ്ങളിൽ കഥാപാത്രം ഉണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നു പഴയ കാലഘട്ടത്തിൽ ആ സിനിമയുടെ ഒരു പാർട്ടാണ്. അതെ. അപ്പം അവിടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട കേസന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് ആസിഫ്. അവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ മമ്മൂക്കയുടെ എന്നുള്ള സങ്കല്പത്തിൽ ആ സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ആ കാലഘട്ടമൊക്കെ എങ്ങനെ ചേട്ടാ റീക്രിയേറ്റ് ചെയ്തെടുത്ത്? അത് ആർട്ട് ഡയറക്ടർമാരെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആ ലൊക്കേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയത്തില്ലോ, നമ്മൾ അതിലൊരു ഭാഗമാണെങ്കിൽ കൂടിയും ഇതൊക്കെ ആർട്ട് വർക്കാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ആ സ്കൂളിൻ്റെ പരിസരവും പണ്ടത്തെ ആ സെറ്റൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ വെച്ച് റിയൽ, ആ പള്ളിയൊക്കെ ഇല്ലേ റിയലാന്നാ ഞാൻ വിചാരിച്ച. പക്ഷേ റിയൽ ഓൾറെഡി ഉണ്ട് അവിടെ. അത് കൂടാണ്ട് ആ പഴയ കാലഘട്ടത്തെ ചിത്രീകരണം അവർ വേറെ സെറ്റ് ഇട്ട്. UC കോളേജിന്റെ അടുത്തുള്ള ഒരു സ്കൂളാണ്, സെറ്റിൽമെന്റ് സ്കൂള്. ആ സ്കൂളാണ് അവർ ഈ കോലത്തിലാക്കി പറ്റിയത്. അത്ഭുതപ്പെട്ടു പോയി സത്യം. ഈ രേഖാചിത്രവും മഹാറാണിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ മനസ്സിനോട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു കഥാപാത്രം ഏതാണ്, സിനിമ ഏതാണ്? എൻ്റെതായിട്ട് പറയാനായിട്ട് അത്ര വലിയ ഇതൊന്നുമില്ല. എന്നാലും ചെയ്തേക്കണേൽ എനിക്ക് ഫസ്റ്റ് പടം മുംബൈ ടാക്സിയാണ്. അതിൽ ഞാൻ ഇത്തിരി കൊള്ളാവുന്ന വേഷമാണ് ചെയ്തത്. പക്ഷെ അതും ഇതുപോലെ
ഒരു ഇതായിട്ട് വന്നില്ല. പക്ഷെ ക്യാരക്ടർ വൈസിൽ അത് ചെയ്തിട്ടുണ്ട് അത്ര. റോയ് ചേട്ടനോട് പേഴ്സണലായിട്ട് ചോദിക്കട്ടെ, അതായത് ഇങ്ങനെ നമ്മൾ ഒത്തിരി സിനിമകൾ ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ അത് വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സിനിമകൾ കിട്ടാനുള്ള പല വഴികളും അടഞ്ഞു പോകുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന വേദനകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? നമ്മൾ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ട് വന്നില്ല എന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ദുഃഖിച്ച് വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം ആരും കൊണ്ടു തരത്തില്ല. നമുക്ക് വേണ്ടത് നമ്മൾ അന്വേഷിച്ച് തേടി അതിൻ്റെ പുറകെ പോവുക. ഒരു പരിധി വരെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ആയി കഴിയുമ്പോൾ ഇത് നമ്മളെ തിരിച്ച് നമ്മളെ ഇങ്ങോട്ടൊരു ഓടിക്കും. തേടി അതുവരെ നമ്മൾ ഇതിൻ്റെ പുറകെ പോയേ പറ്റുള്ളൂ. അതാണ് അതിന്റെ ശരിക്കും. ഈ രേഖാചിത്രം വരെയുള്ള എത്ര വർഷം നമ്മൾ ഇതിന്റെ പുറകെ പോയിരുന്നു ചേട്ടാ? ഇപ്പൊ നമ്മളെ തേടി വന്നു, പക്ഷെ അതുവരെ ഇത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വർഷങ്ങൾ പറയാൻ പറ്റും. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ സിനിമ എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പലതിലും പോയിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ ഞാൻ ചെറിയ ചെറിയ പടങ്ങളിൽ അങ്ങനെ കന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ ആയിരുന്നുകൊണ്ട് അന്നത്തെ അറിയാലോ, ഇപ്പം നമ്മളൊക്കെ നിൽക്കുന്നത് 2 കാലഘട്ടത്തിൽ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം അന്നത്തെ എന്ന് പറഞ്ഞാൽ അന്ന് മൊബൈലില്ല, ലാൻഡ് ഫോണിൽ വല്ലയിടത്തൊക്കെ ഒന്ന് വിളിച്ചാൽ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ എവിടെയാണ് ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാർ, ഏത് നമുക്ക് വലിയ വലിയ ഹോട്ടലിലോട്ടൊക്കെ ചെന്ന് കയറാൻ അന്നൊക്കെ പേടിയാണ്. അതല്ല, സിനിമ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലാണ് ആ കാലഘട്ടത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇവരിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ടും എങ്ങനെയൊക്കെയോ പല സ്ഥലം എത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പ് ഇത്തിരി ഇതായതുകൊണ്ട് നമ്മൾ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ആണല്ലേ? ഈ ജോലി രാജിവെച്ച് വരിക, വിദേശത്ത് പോയിട്ട് അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ച് വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടുകാര് എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? അത് ഊഹിക്കാവുന്നല്ലോ. അപ്പം അത് ഞാൻ ഓസ്ട്രേലിയൻ സിറ്റിസനാണ്. അവിടെ ഞാൻ നേഴ്സായിരുന്നു. കുറേ നാൾ ഒക്കെ നിന്നു. കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ ഫിലിമിൻ്റെ കാര്യങ്ങളും അവിടെ ഞാൻ ഫിലിം കോഴ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ശ്രമം നടത്തിയായിരുന്നു. അപ്പോൾ വൈഫ് ആദ്യമൊക്കെ പുള്ളിക്കാരത്തേക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, കുറ്റം പറയണമല്ല, അത് പുള്ളിക്കാരത്തെയാണ് സ്വാഭാവികം. അപ്പം എൻ്റെ ഈ ആക്രാന്തവും പരവശം കണ്ടപ്പോൾ പുള്ളിക്കാരത്ത് തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യും, ശ്രമിച്ചു നോക്ക്. ഇനി ഇവിടെ കിടന്ന് ഏതായാലും ജോലിക്ക് പോയാലോ മാനസിക സംഘർഷം, ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടിപ്പോരും. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞു, ഇങ്ങനെ എന്തായാലും ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, ശ്രമിച്ചിട്ട് എന്തായാലും ഇത്ര ആഗ്രഹങ്ങളൊക്കെ ഉള്ളതല്ലേ, നടക്കും, പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഐശ്വര്യം എന്താണ് അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വിട്ടേക്കാണ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഈ സിനിമയെ വൃത്തിയായിട്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നവർ പറയുന്ന മറ്റൊരു നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് മഹാറാണിയിലെ ചേട്ടൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റോളിലേക്ക് എത്തപ്പെട്ടത് കൊണ്ടാണ് രേഖാചിത്രത്തിലേക്ക് എത്തപ്പെടുന്നത്. അതെങ്ങനെയായിരുന്നു ചേട്ടാ ആ ഒരു ജേർണി? ഈ മഹാറാണിയിൽ എങ്ങനെ വന്നു? മഹാറാണിയിൽ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹാറാണിയുടെ ഇതുപോലെ തന്നെ ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടിയാണ് ഇങ്ങനെ വിളിപ്പിച്ച അവിടെ ഒരു ഓഡിഷൻ പോലെ. അപ്പം ഈ ഓഡിഷൻ നടക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് അവിടെ. പക്ഷേ ഇവർ ആരും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് ഈ ഇതിൻ്റെ ഒരു ടെൻഷൻ എങ്ങനെയെങ്കിലും ഇതിലൊന്ന് കയറി പറ്റണമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പം എന്നോട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഇന്ന സിറ്റുവേഷൻ അതൊന്ന് ചെയ്യാമോയെന്ന് വെച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ ആ സമയത്ത് ഒരു MLA അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലെ അങ്ങോട്ടായിട്ട് അവരോടൊക്കെ കയറി ഇൻട്രാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പം കോർണറിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഇത് ഡയറക്ടർ മാർത്താണ്ഡനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഒന്നാമതെ ഇവരിയ്ക്കുന്ന ഇത്തിരി ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയ, കാരണം ഇവിടെയാണ് എനിക്ക് ലൈറ്റ്, ഞാൻ നിൽക്കുന്നിടത്ത ലൈറ്റ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആ സമയത്ത് ഇന്ന ആളാണോ ഡയറക്ടറാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഇതായതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മൾ ചെയ്തു. പുള്ളി രണ്ടാമതും പറഞ്ഞപ്പോൾ അതും ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞാൽ അതിൽ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോരുകയും ചെയ്തു. അവിടെ ആരൊക്കെ ഇരിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം നമ്മൾക്ക് എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങി വന്ന ഒരാൾ പറഞ്ഞു സെലക്ട് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ ഒന്നും കൂടി ഒരു ദിവസം വിളിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് സംവിധായകൻ മാർത്താണ്ഡൻ സാറെന്നൊക്കെ അന്നാണ് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നല്ലേ. അപ്പോൾ ചേട്ടൻ ഇനി അതുപോലത്തെ റോയ് ചേട്ടൻ ഇനി അതുപോലത്തെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, നല്ല നല്ല സിനിമകളിലേക്ക് എത്താൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് സബലീകരിക്കട്ടെ, പതുക്കെ പതുക്കെ ഓസ്ട്രേലിയൻ സിറ്റിസൺ ഇന്ത്യയിൽ തന്നെ നിൽക്കാനുള്ള അത്രയും തിരക്കുള്ള ഒരു നടനായി മാറട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ, ആൻഡ് താങ്ക് യു സോ മച്ച്.